നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തി തരണമേ. ഇന്ന് ഞങ്ങളെ ധ്യാനിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. അടിയന് വാക്കുകളെ തരണം, അധരങ്ങളെ തുറന്നു തരണം. കർത്താവേ, ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അത് പതിയാനും ജീവിതത്തിലെ മാറ്റങ്ങളുണ്ടാകാനും വചനം അവരിൽ പ്രക്രിയ ചെയ്യുവാനും ഇടയാക്കണമേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മടങ്ങ് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അവരെയും അടിയനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എടുത്തുപയോഗിക്കണമേ, അനുഗ്രഹിക്കണമേ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെ കഴിഞ്ഞ ആഴ്ച ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യം വരെയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമുക്ക് 10-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കാം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. 10-ാം വാക്യം: ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആകുകയില്ലായിരുന്നു. മനുഷ്യരെ പ്രീതിപ്പെടുത്തുക, ദൈവത്തെ പ്രീതിപ്പെടുത്തുക വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് വരാം. നമ്മുടെ ലക്ഷ്യം മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് എന്ന് മനസ്സിലാക്കിക്കോണം. പൗലോസ് ക്രിസ്തുവിനെ സേവിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞപ്പോൾ തൻ്റെ വ്യർത്ഥാഭിമാനം എന്ന ആ ലക്ഷ്യം അദ്ദേഹം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിരിക്കുക. സ്വന്തം അഭിമാനം അതല്ല, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന വ്യക്തിയായിട്ട് പൗലോസ് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ പൗലോസ് പറയുന്നത് താൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നു എന്നാണ്. ദാസൻ എന്നുള്ള ആ വാക്കുകൊണ്ട് അടിമ, അന്ന് അടിമ കച്ചവടവും അടിമകളുടെ വേലകളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. അടിമയെക്കുറിച്ചാണ് ദാസൻ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഒരു അടിമയാണെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് മാനസാന്തരത്തോടുകൂടി അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അവിടെ അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തിൻ്റെ അടിമകളായിട്ടാണ് അന്ന് അവർ ജീവിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി ക്രിസ്തു നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് പൗലോസ് എത്തിച്ചേർന്നു. എല്ലാ ക്രിസ്ത്യ വിശ്വാസികളും ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ഉത്സാഹപൂർവ്വം ക്രിസ്തുവിൻ്റെ ഒരു ദാസനായിരിക്കുകയാണ്. അനുസരണമുള്ള ഒരു അടിമ. അടിമയ്ക്ക് എപ്പോൾ യജമാനോട് ദേഷ്യവും മനസ്സിൽ എതിർപ്പൊക്കെ ഉണ്ടാകാം. പക്ഷെ ചിലർ വളരെ വിശ്വസ്തയോടുകൂടി യജമാനനെ സേവിക്കും. അവർ വളരെ ഉത്സാഹത്തോടുകൂടി യജമാനൻ പറയുന്നതെല്ലാം കേട്ടനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു അനുസരണമുള്ള അടിമയായിട്ട്, യേശുവിൻ്റെ അടിമയായിട്ടാണ് പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന പ്രയോഗത്തിന് മറ്റൊരു അർത്ഥം കൂടി ദ്യോതിപ്പിക്കുന്നുണ്ട്. റോമർ 6:16 പൗലോസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? നമ്മൾ സ്വയം ഒരാൾക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ ആളിൻ്റെ അടിമയായി തീരുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നാം യേശുക്രിസ്തുവിൻ്റെ അടിമകളായി തീരുന്നു എന്നാണ്.
എന്നാൽ ഈ ദാസൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് റോമർ 1:1, ഫിലിപ്പിയർ 1:1 ഇവിടങ്ങളിലൊക്കെ പൗലോസ് ദാസൻ എന്ന് ഉപയോഗിക്കുമ്പോൾ പഴയ നിയമത്തിലെ ചില മഹത് വ്യക്തികളെ സൂചിപ്പിക്കുന്ന ചില അർത്ഥമുണ്ട്. മോശ, അബ്രഹാം, അവരെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ യഹോവയുടെ ദാസൻ എന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുമ്പോൾ ആ മഹത് വ്യക്തികളുടെ ഗണത്തിൽ പൗലോസ് ഉൾപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം അവിടെ വരാം. പൗലോസ് മനുഷ്യരുടെ പ്രീതിയാണോ ആഗ്രഹിച്ചത്? അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ വിളിയോട് യഥാർത്ഥ വിശ്വസ്തത പുലർത്തണമെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ പ്രീതി അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ അത് സാധിക്കത്തില്ല. 1 തെസ്സലോനിക്ക 2:4 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. ദൈവം ഞങ്ങളെ ഒരു കാര്യം സുവിശേഷ വേല ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഭരമേൽപ്പിക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരാണെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ഞങ്ങളെ അങ്ങനെ ആക്കിയത്. ഇനി ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് തുടങ്ങുന്നതെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാകുവാൻ സാധിക്കുമായിരുന്നില്ല. പലരും ദൈവത്വത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉപരിയായി മനുഷ്യരിൽ നിന്നുള്ള പ്രീതി സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 42 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, യേശു ക്രിസ്തുവിൽ ധാരാളം പേർ വിശ്വസിച്ചു. അധികാരികളിൽ പോലും അനേകർ വിശ്വസിച്ചു. പക്ഷേ അവരത് ഏറ്റുപറയത്തില്ല. കാര്യം ഏറ്റുപറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്നൊക്കെ പുറത്താക്കും. അപ്പോൾ ആ ഒരു സ്ഥാനമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർ യേശുവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയാൻ മടിച്ചു നിൽക്കുന്നു. കാര്യം മനുഷ്യരുടെ പ്രീതിയാണ് അവർ സമ്പാദിച്ചത്. ആ വാക്യം ഞാൻ വായിക്കാം. അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതർ ആകാതിരിക്കാൻ വേണ്ടി ഫരീസേരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ഇതാണ് പലർക്കും വരുന്ന ഒരു കുഴപ്പം. വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. അവർക്കത് മനസ്സിലായി. അതാണ് ശരി എന്ന് മനസ്സിലായിട്ട് പോലും അത് അംഗീകരിച്ച് അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. കാരണം മനുഷ്യരുടെ പ്രീതിയാണ് അവർ കൂടുതലായിട്ട് അഭിലഷിക്കുന്നത്. സത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് അതുകൊണ്ട് സാധ്യമല്ലാതെ വരുന്നു. നാം വിശ്വാസത്തിൽ വന്നു. നാം ഇനി ശുശ്രൂഷിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 26 യേശു ഇങ്ങനെ പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നെ അനുഗമിക്കട്ടെ, അവരെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. നമ്മൾ ചെയ്യുന്ന കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളിൽ നമുക്കൊരു പ്രതിഫലം ലഭിക്കും. ഇവിടെ വെച്ചോ സ്വർഗത്തിൽ വെച്ചോ പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല എന്ന് നമ്മൾ ധൈര്യപ്പെട്ടോണം. കർത്താവായ യേശു പറഞ്ഞൊരു വാചകം നമുക്കറിയാമല്ലോ, എൻ്റെ ശിഷ്യൻ എന്നുള്ള പേരിൽ ഈ എളിയവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിൻ്റെ പ്രതിഫലം നശിച്ചു പോവുകയില്ല. എല്ലാത്തിനും കണക്കുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് കർത്താവ് എന്നുകൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമുണ്ട്. കൊളോസോസ് 3:24 പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്കതുകൊണ്ട് പ്രതിഫലം ലഭിക്കും. ഞാൻ വാക്യം 11 കയറുകയാണ്.
സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പൗലോസിൻ്റെ സുവിശേഷം ക്രിസ്തുവിൽ നിന്നാണ്. 1 തെസ്സലോനിക്ക 2:13 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസിൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയല്ല. ഞാൻ പ്രസംഗിച്ച സുവിശേഷം എന്ന് പൗലോസ് എഴുതുമ്പോൾ എൻ്റെ സുവിശേഷം എന്നുള്ള ഒരു ധ്വനിയാണ്. അത് പൗലോസ് അങ്ങനെ എൻ്റെ സുവിശേഷം എന്ന് വിളിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ സാരാംശം എന്താണ്? അതിൻ്റെ സാരാംശമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസം വഴി എല്ലാ മനുഷ്യർക്കും രക്ഷ സാധ്യമാണ് എന്നതാണ്. ഇസ്രായേൽക്കാരെ വിചാരിക്കുന്നത് അവർക്ക് മാത്രമാണെന്ന രക്ഷ. അങ്ങനെയല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി എല്ലാ മനുഷ്യർക്കും രക്ഷ സാധ്യമാണ്. അതാണ് എൻ്റെ സുവിശേഷമെന്ന് പൗലോസ് എടുത്തു പറയുന്നതിൻ്റെ സൂചന. റോമാലേഖനം 16-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വായിക്കാം. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാട് അനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനന്തരത്തിലായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. രഹസ്യമായി വെച്ചിരുന്നത് ഇപ്പം നമ്മളെ അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി എല്ലാവരോടും അത് അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശ്വസിച്ചാൽ ആ രക്ഷ ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പ്രവാചകന്മാരുടെ ലിഖിതങ്ങളിൽ കൂടിയാണ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ ലിഖിതം എന്നൊരു വാക്കിന് പ്രത്യേക ഒരു അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എഴുതപ്പെട്ടവയാണ്. എഴുതപ്പെട്ട ദൈവവചനങ്ങൾ അതിന് മാറ്റം കൂടാതെ അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കണം. അത് നടപ്പിൽ വന്നിട്ടുള്ളവയോ നടപ്പിലാകാൻ പോകുന്നവയോ ആണ്. അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. അത് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള ഈ പ്രകാശം പൗലോസിന് ലഭിച്ചത് അദ്ദേഹം ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9:5 അത് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് മാനുഷികമായി കിട്ടിയതല്ല എന്നൊക്കെ പൗലോസ് എടുത്തു പറയുന്നത്. ആ ഒരു പ്രകാശം പൗലോസിൻ്റെ ഹൃദയത്തിൽ അന്നങ്ങ് ഉദിക്കുകയാണ്. പൗലോസ് എന്ന് പറയുന്നത് പോലും വെളിപാടിൻ്റെ ഒരു മനുഷ്യനാണ്, ദർശനങ്ങളുടെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദർശനങ്ങൾ ഉണ്ടാകുകയാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം 13-ാം വാക്യത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, മുമ്പ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. പഴയ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു നല്ല ഒരു ഫരീശിയനായിരുന്നു അദ്ദേഹം എന്നാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 5-6 വാക്യങ്ങളിൽ പൗലോസിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ്. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റം ഇല്ലാത്തവൻ. അങ്ങനെ താന് പഴയ ജീവിതം നോക്കുമ്പോൾ ഒരു വലിയ ഫരീസ്യനായ യഹൂദനായിരുന്നു എന്ന് പൗലോസ് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്.
ആ തീഷ്ണതയാണ് ഇപ്പോൾ ക്രിസ്തു വിശ്വാസിയായി തീർന്നപ്പോൾ പൗലോസ് ഈ രംഗത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം തീഷ്ണത യഹൂദമതത്തിലുണ്ടായിരുന്നു, അത് പോരാന്ന് കണ്ടതുകൊണ്ടാണല്ലോ പൗലോസിനെ യേശു ക്രിസ്തു പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്നു, അതും തീഷ്ണതയോടുകൂടി. യഹൂദനായിരുന്നപ്പോൾ പൗലോസ് മോശയുടെ നിയമത്തിനും പിതാക്കന്മാരുടെ പാരമ്പര്യത്തിനും എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിനെ ദൃഢമായിട്ട് എതിർക്കുന്ന മനുഷ്യനായിരുന്നു. ഈ പാരമ്പര്യമെന്ന് പറയുന്നത് എഴുതപ്പെട്ട തോറ ഫരീസയരുടെ വ്യാഖ്യാനം കൊടുത്ത് ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അവരുടേതായ ഒരു വ്യാഖ്യാനം കൊടുത്തു. അതാ ഈ പാരമ്പര്യമായിട്ട് കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാർ പാലിച്ചു പോകുന്ന ചില പാരമ്പര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഫരീസിയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. 2, പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. 3, കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും. 4-മത്തെ കാര്യം, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു. അവർ തന്നെ ചില കൽപ്പനകൾ ഉണ്ടാക്കി അത് വലിയ പ്രമാണങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറയുന്നത്, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഒരു വാക്ക് പ്രയോഗിക്കുക. ഞാനങ്ങ് തന്നു കഴിഞ്ഞു, വഴിപാടായിട്ട് കൊടുത്തു തന്നു, പിന്നെ മാതാപിതാക്കന്മാരെ നോക്കേണ്ട കാര്യവുമില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പല തെറ്റുകളാണ് ഈ പാരമ്പര്യ പഠനത്തിൽ കണ്ടുവരുന്നത്. ഇന്നും പലരും പാരമ്പര്യം ഘോഷിക്കും. അതല്ല ഘോഷിക്കേണ്ടത്, ബൈബിൾ അനുസരിച്ചുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് വേണ്ടത്, അത് മാത്രം മതി. പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ അവർ വ്യർത്ഥമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ആദരം കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നിവിടെ മനസ്സിലാക്കണം. ഇനി ഞാൻ 14-ാം വാക്യത്തിലേക്ക് കയറുകയാണ്. 14-ാം വാക്യം, എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീഷ്ണമതിയുമായിരുന്നു. യഹൂദ മതത്തിലായിരുന്നപ്പോഴേ സമപ്രായക്കാരായ പലരേക്കാളും ഞാനങ്ങ് തീഷ്ണമായിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇപ്പോഴും പലരും നമ്മുടെ സഭകളിലാണെങ്കിലും അങ്ങനെയും ചില കാര്യങ്ങളിൽ അവരങ്ങ് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനാണിതെല്ലാം ചെയ്യുന്നത്, എൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്, എന്നെയാണ് അച്ഛൻ ബഹുമാനിച്ച് വെച്ചിരിക്കുന്നത്, അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അച്ഛനെക്കാട്ടിൽ പ്രാധാന്യം എനിക്കുണ്ട് എന്ന് കാണിക്കത്തക്കൊണ്ട് പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ളത് ഓർത്തോണം. കർത്താവ് എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്നവനാണ് എന്ന് ചുരുക്കം. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നതിന് ശേഷം അദ്ദേഹത്തിന് വളരെയധികം മാറ്റങ്ങൾ വന്നു. അദ്ദേഹം കൊളോസോസ് ലേഖനത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, അത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. ചില മാനുഷിക പാരമ്പര്യങ്ങൾ അതിന് മാത്രം യോജിച്ച രീതിയിലുള്ളത്, ചില വെറുതെയുള്ള തത്വചിന്തകൾ, വെറുതെ അത് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആവശ്യമില്ലാത്ത ചില തത്വചിന്തകളൊക്കെ അവരുണ്ടാക്കി വിശ്വാസത്തിൻ്റെ കൂടെ ചേർത്ത് കലർത്തി അങ്ങ് പഠിപ്പിക്കുക. അതൊക്കെ നമ്മളെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയാൻ ഇടയാക്കും എന്ന് ഓർത്തോണം. പൗലോസ് തീത്തോസിനോടൊരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്.
തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. പറ്റുന്നത് എന്താണ്? ചില കെട്ടുകഥകളൊക്കെ ഇങ്ങനെ വന്ന് പ്രചരിക്കും. ഇപ്പോഴും ഇങ്ങനെ പലയിടത്തുകൊണ്ട് കെട്ടുകഥകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ പഠിക്കേണ്ടതിന് പകരം കഥകളിലാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് സത്യത്തെ നിഷേധിക്കും. ഈ കെട്ടുകഥകളിലൂടെ വരുമ്പോൾ ഈ സത്യം ഏതാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് ജനങ്ങളങ്ങെത്തുക. ആ കെട്ടുകഥകളിൽ പറഞ്ഞിരിക്കുന്നതാണ് ശരിയെന്നാണ് ആൾക്കാരുടെ വിചാരം. അല്ല, കെട്ടുകഥകൾ കെട്ടിയ കഥകളാണ്. അതിലല്ല വിശ്വസിക്കേണ്ടത്. സത്യവിശ്വാസത്തിൽ നിലനിൽക്കണം. അതിന് വിശ്വാസികളെ നിർദാക്ഷിണ്യം അവർ തെറ്റിലേക്ക് പോകാതെ ശാസിച്ചോണമെന്നാണ് തീത്തോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. സാബത്ത് ആചരണത്തെക്കുറിച്ചും ഈ യഹൂദരുടെ ഇടയിൽ ചില ചിന്താഗതികളുണ്ട്. സാബത്ത് ആചരണത്തെക്കുറിച്ച് കർക്കശവും തെറ്റായുധമായ ചില ചട്ടങ്ങൾ ഫരീശയരെ കൈക്കൊണ്ടിരുന്നു. നിയമാവർത്തനം 23-25 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ച് തിന്നുകൊള്ളുക. അനുവാദം കൊടുത്തിരിക്കുക. അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിൽ കൂടെ പോകുമ്പോൾ കൈകൊണ്ട് ഇച്ചിരി മണികൾ പറിച്ച് ഞെരടി ആ ഗോതമ്പ് അങ്ങനെ ഭക്ഷിക്കുന്നതുകൊണ്ട് പാപമൊന്നുമല്ല. അങ്ങനെ ചെയ്തുകൊള്ളുക, അനുവദിച്ചിരിക്കുന്നു. അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. മോഷണം എന്നുള്ള നിലയിൽ അരിവാളും കൊണ്ടുവന്ന് അത് കൊയ്തെടുത്തുണ്ടെങ്കിൽ പോകാനല്ല ഈ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. പക്ഷേ കുറച്ച് നുള്ള കൈകളുണ്ടെന്നെടുത്ത് ഞെരടി കഴിക്കുന്നത് ഒന്നും പാവമല്ല. അത് നിയമാവർത്തനം 23-25 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പോവുകയാണ്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ 12 പേര് ശിഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് വിശക്കുകയാണ്. യേശുവിന് വിശക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ യേശു മറ്റു ഭക്ഷണ കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശിഷ്യന്മാരെ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരീശയർ അത് ശ്രദ്ധിച്ചു. ശാബത്തിൽ നിഷിദ്ധമായത് ശിഷ്യന്മാർ ചെയ്തു എന്ന് ഫരീശയർ അവരുടെ മേലെ കുറ്റം ആരോപിച്ചു. അപ്പോൾ യേശു ഒരു കാര്യം അവരോട് പറഞ്ഞു. വിശന്നപ്പോൾ ദാവീദ് അനുചരന്മാരും ചെയ്ത കാര്യം പഴയ നിയമത്തിൽ നിന്ന് യേശു അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്ത് ശിഷ്യന്മാരെ കുറ്റവിമുക്തരാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 6, 7, 8 വാക്യങ്ങളിലായിട്ട് യേശു പറയുന്നു: ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ. കരുണയാണ് ആവശ്യം. ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഗമയടിച്ച് നടക്കണ്ട. കരുണ വേണം. ബലി അർപ്പിച്ചാലും അർപ്പിച്ചില്ലെങ്കിലും കരുണയാണ് അത്യാവശ്യം. ദേവാലയത്തെക്കാൾ വലിയവരെന്ന് ഇവിടെ നിൽക്കുന്നു യേശു ക്രിസ്തു ദൈവം. അതവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. ആരാണത്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്ക്. ഇതാണ് കർത്താവ് അവരോട് പറയുന്നത്. ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ കഷ്ടപ്പെടുത്താനല്ല. കരുണ വേണം. കരുണ, ഇത് നമ്മൾ ഓർത്തോണം. കർത്താവ് അങ്ങനെ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ ശരിയായിട്ട് അർത്ഥം മനസ്സിലാക്കുന്നെങ്കിൽ മനുഷ്യപുത്രൻ ശാബതത്തിൻ്റെയും കർത്താവാണ്. യേശു മനുഷ്യപുത്രൻ കർത്താവാണ്. ഏതിൻ്റെ? കുറച്ച് കാര്യങ്ങളുടെയോ? എല്ലാത്തിൻ്റെയും കർത്താവാണ്. ശാബത്ത് എന്ന് പറയുന്നതിൻ്റെയും കർത്താവ് ഞാനാണ്. ശാബത്തിനെ ആചരിക്കണം, ബഹുമാനിക്കണം, വിശുദ്ധമായി പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണ്ടൊക്കെ തെറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനാണ് ഈ ശാബത്തിൻ്റെയും കർത്താവ്. ശാബത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ ആധികാരികത എനിക്കാണുള്ളത്. ഞാനല്ലേ അത് ഉണ്ടാക്കിയത്. അത് മനസ്സിലാക്കാതാണ് അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ശാബത്തിൻ്റെയും കർത്താവ് ഞാനാണ്. പൗലോസ് നേരത്തെ
പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 22:3 പൗലോസ് അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, പൗലോസിനെ വിശദീകരിക്കേണ്ടതായി വന്ന ഒരു അവസരത്തിൽ പൗലോസ് പറയുകയാണ്, ഞാനൊരു യഹൂദനാണ്, കിലിക്കിയായിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ്, ജെറുസലേം, ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാർ യഹോവയെക്കുറിച്ച് തീഷ്ണതയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ തീഷ്ണതയുള്ളവനായിരുന്നു. ഞാനാണെങ്കിൽ നല്ലൊരു യഹൂദനാ. ഞാൻ പഠിച്ചത് എവിടെയാണ്? ഗമാലിയേലിൻ്റെ പാദപീഠങ്ങളിലിരുന്ന്. ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗുരുവാണ് ഈ ഗമാലിയേൽ. അദ്ദേഹത്തിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്നാണ് ഞാനീ പഠിച്ചത്. ഞാൻ നിയമത്തിലൊക്കെ നിഷ്കൃഷ്ടമായ ശിക്ഷണം നേടിയവനാണ്. അറിയാൻ വയ്യാഞ്ഞിട്ട് ഏതാണ്ട് ചെയ്യുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് കളയരുത്. നിങ്ങളെക്കാട്ടി തീഷ്ണത എനിക്കുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുവീൻ എന്ന്. വാക്യം 15 പൗലോസ് ഒരു വലിയ രഹസ്യം പറയുകയാണ്. എന്നാൽ നിങ്ങളെക്കാട്ടി തീഷ്ണത എനിക്കുണ്ടായിരുന്നല്ലോ, എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. എന്നെ ദൈവം വിളിച്ചു, തിരഞ്ഞെടുത്തു, വിളിച്ചു. തിരഞ്ഞെടുപ്പും വിളിയും ദൈവത്തിൻ്റേതാണ്. എന്നെ തിരഞ്ഞെടുത്തു. എപ്പോൾ? മാതാവിൻ്റെ ഉദരത്തിൽ ഞാനായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അവൻ എന്നെ വിളിച്ചു. എൻ്റെ മിടുക്കല്ല, അവൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു. കൃപ നമ്മൾ ഓർക്കണം, അത് ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യമാണ്. കർത്താവിൻ്റെ കൃപയാൽ അവൻ എന്നെ വിളിച്ചു. എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ എന്നെ വേർതിരിച്ചതാണ്. ഏശാവും യാക്കോബും അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൂത്തവൻ ഏശാവ് ഇളയവൻ്റെ സേവകനായിരിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നേരത്തെ നടക്കും. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നമ്മളെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാനുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ജെറമിയ പ്രവാചകന് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അപ്പം ഞാനും അതുപോലെ ഒരാളാണ് എന്നാണ് ഒരു സൂചന. മാതാവിൻ്റെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ പിതാവിൻ്റെ സൗജന്യമായ വിളിയാൽ അപ്പോസ്തല സ്ഥാനത്തേക്ക് നിർണയിക്കപ്പെട്ടവനാണ് ഞാൻ എന്നാണ് ഈ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നാം ഒരു കാര്യം ഓർക്കണം, നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാൽ ആണ്. നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. നാം സൃഷ്ടിക്കപ്പെട്ടത് അവനാലാണ്. നാം സ്വയമായിട്ട് ഉണ്ടായി വന്നതോ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ജനിച്ചു വന്നതോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ജനിച്ചു. അവൻ്റെ കൃപയാൽ നാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അവൻ്റെ കൃപയാൽ നമുക്ക് ഇതൊക്കെ ചെയ്യുവാനുള്ള കഴിവ് ലഭിക്കുന്നു. വേറെ ഒന്നുമല്ല. നമ്മുടെ മാതാവിനെ നിശ്ചയിച്ചത് നമ്മളല്ല, ദൈവം നിശ്ചയിച്ചതാണ്. ദൈവം അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് തന്നെ ഉൽപ്പത്തി 21:26 ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ തീരുമാനമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാം, ദൈവം തീരുമാനിച്ചു. എങ്ങനെ? നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. മൃഗങ്ങളെപ്പോലെ ഒന്നുമല്ല, സിംഹത്തെപ്പോലും കരടിയെപ്പോലെയും ഒന്നുമല്ല, പൂച്ചയെപ്പോലെയുമല്ല, ദൈവത്തെ പോലെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാനില്ല, നിങ്ങളില്ല, ആരുമില്ല. ഞാൻ മിടുക്കനാണെന്നൊന്നും ആരും പറയണ്ട. ദൈവം തീരുമാനിച്ചത് കൊണ്ട് നമ്മൾ ജനിച്ചു. അത് ഓർക്കണം. എല്ലാം അവൻ്റെ കൃപ. യോബ്
33:4 ഇങ്ങനെ എഴുതിയിരിക്കുക, ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ജനിക്കുമ്പോഴേ ജനിക്കുന്നവരുണ്ട്, നാം ജീവിക്കുന്നു ഇപ്പോഴും. ദൈവത്തിൻ്റെ ചൈതന്യം ആണ് എന്നെ സൃഷ്ടിച്ചത്, സർവശക്തൻ്റെ ശ്വാസമാണ് എനിക്ക് ജീവൻ തന്നത്. ജീവനില്ലാതെ ജനിക്കാമായിരുന്നല്ലോ, ജനിച്ചു പോയേനേമല്ലോ. സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ദൈവം അങ്ങനെ വിളിക്കുകയാണ്. വിശ്വാസികൾക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു വിളി ലഭിച്ചിട്ടുണ്ട്, അത് ഓർത്തോണം. ദൈവത്തിൻ്റെ വിളി വിശ്വാസികൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. എഫേസോസ് 1:18 പൗലോസ് പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് ചില അവകാശങ്ങൾ ലഭിക്കും, അത് നമ്മൾ മനസ്സിലാക്കാനും നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോട് പറയുകയാണ്, അത് പ്രാർത്ഥിച്ചോളാൻ. നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്വത്തിൻ്റെ സമൃദ്ധി മൊത്തം നമുക്ക് കാണാനൊക്കെന്നെങ്കിലും അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. പ്രാർത്ഥിച്ചുകൊള്ളുക, ദൈവമേ ആ മഹത്വം എന്നെ ഒന്ന് കാണിച്ചു തരണേ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക എന്നാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. ഒരു വിളി നമുക്ക് ഉണ്ട്. ദിവ്യ വിളിയെക്കുറിച്ച് ഒരല്പം കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, മാനസാന്തരത്തിലേക്കും നീതിയിലേക്കുമുള്ള വിളിയുണ്ട്. ജെറമിയ 35:15 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവീൻ. അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. നിങ്ങളന്ന് പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല. തെറ്റുകളെ തിരുത്തി നേരായ മാർഗത്തിലൂടെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത്. ചിലർ എല്ലാം ഒന്ന്, നമ്മളെ ദൈവം അവരുടെ ദൈവം എല്ലാ ദൈവവും ഒന്നാണെന്ന് പറഞ്ഞ് എല്ലാ ദൈവങ്ങളെയും കൂടെ ആരാധിക്കാൻ പോകുന്നവർ ഉണ്ട്. ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ നിയമാവർത്തനത്തിലൊക്കെ എടുത്തെഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മറ്റ് ദേവന്മാരെയും ദൈവമാരെയും ഒക്കെ ആരാധിക്കാൻ പോയാൽ തക്ക ശിക്ഷ ലഭിക്കും. കർത്താവ് പറഞ്ഞത് ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്നാണ്. പ്രവാചകന്മാർ വഴിയൊക്കെ പഠിപ്പിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നാണ് ജെറമിയ അവിടെ സൂചിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23:27 ഇങ്ങനെ യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പിടക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ. നമുക്കറിയാം കർത്താവ് ആഗ്രഹിക്കുകയാണ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയിരുന്ന് കൊടുക്കത്തില്ല, വിസമ്മതിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം തൻ്റെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സമ്മതിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കങ്ങനൊരു വിളിയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. വിട്ടുമാറി ഓടി അകന്ന് പോകരുത്. രണ്ടാമതൊരു വിളി ജ്ഞാനത്തിൻ്റെ വിളിയാണ്. സുഭാഷിതങ്ങളിൽ 8-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ജ്ഞാനം വിളിച്ചു പറയുന്നു, ഞാൻ സത്യം വചിക്കും, തിന്മ എൻ്റെ അധരങ്ങൾക്ക് അരോചകമാണ്.
ഞാനും പറയുകയാണ്, സത്യമേ പറയുള്ളൂ ഞാൻ. തിന്മ എൻ്റെ അധരങ്ങൾക്ക് അരോചകമാണ്. സത്യം മാത്രം തേടി അത് മാത്രം മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അന്വേഷിക്കണം. അപ്പോൾ സത്യം എന്താണെന്ന് നമ്മൾ അറിയും. ആ സത്യം നമ്മൾ മുറുകെ പിടിക്കണം. എല്ലാം സത്യമാണ്, എല്ലാം അങ്ങ് ഒരുപോലാണ് എന്നൊന്നും പറയരുത്. സത്യം, യേശു പറഞ്ഞു, ഞാൻ മാത്രമാ സത്യം, വഴിയും സത്യവും ജീവനും ഞാൻ മാത്രം. ആ സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ചുമതലയുണ്ട്, അന്വേഷിക്കാനുള്ള ചുമതലയുണ്ട്. അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. കർത്താവ് പറഞ്ഞതല്ലേ, കണ്ടെത്തുമെന്ന്. മൂന്നാമത്തെ ഒരു വിളി ശിഷ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണം, അല്ലാതെ ഓടിപ്പോകരുത്. അല്ലാത്തൊരു ജീവിതം പോരാ. ആ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ നമ്മളെ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ ഒരാളെ യേശുവിൻ്റെ അടുത്ത് വന്ന് എനിക്കെന്താ കുറവെന്ന് ചോദിച്ചപ്പോൾ യേശു അവസാനം പറഞ്ഞത്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക. അയാളങ്ങ് പോയി, വന്നില്ല. എല്ലാം വിട്ടിട്ട് വരിക എന്നുള്ളതാണ്. ശിഷ്യന്മാരെയൊക്കെ എടുത്തപ്പോഴേ അപ്പോസ്തലന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ശെമയോൻ, അന്ത്രയോസ് ഇവരെയൊക്കെ എടുത്തപ്പോൾ അവരെ എല്ലാം വള്ളവും പിതാക്കന്മാരെ എല്ലാം വിട്ടേച്ച് അവരങ്ങ് യേശുവിൻ്റെ അടുത്ത് അങ്ങ് ചെല്ലുകയാണ്. അങ്ങനെ വിട്ടിട്ട് പോരുന്നതിലാണ് കാര്യം. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു തന്നെ പറയുന്നത്, സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്കണം. അവിടെ എവിടെയും കൂടെ ആകാമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത വരത്തില്ല. അതുമാത്രമല്ല, സ്വജീവനെ തന്നെയും വെറുക്കണം. എൻ്റെ ജീവന് ഒരു ഉറുമ്പ് പോലും അങ്ങോട്ടോ കയറരുത്, ഒന്നും സംഭവിക്കരുത്, സുഖമായിട്ടിരിക്കണം, നല്ല ഒന്നാം തരം കസാര കിട്ടണം. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാലൊന്നും ശിഷ്യനാകാനൊക്കത്തില്ല. അതിനെയെല്ലാം അങ്ങ് വെറുക്കണം. സ്വന്തം ജീവനെ തന്നെ വെറുക്കണം. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നെങ്കിൽ അത് നല്ലൊരു ഭാഗ്യമല്ലേ. ആ ഉറപ്പിൽ വേണം പോകാൻ. എൻ്റെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഒത്തെങ്കിൽ ചെറിയ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ഇനി അടുത്തൊരു വിളി, നേതൃത്വത്തിലേക്കുള്ളൊരു വിളിയുണ്ട്. അത് കർത്താവ് ചിലരെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. പുറപ്പാടിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് മോശയെ ഒന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കും. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ചെറിയൊരു ജോലിയല്ല. ഏതാണ്ട് 10-40 ലക്ഷം ജനം ഇസ്രായേൽക്കാരവിടെ കാണുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അവരെയൊക്കെ നീ ഒരു കാര്യം ചെയ്യണം, അവരെ ഫറവോയുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നാട്ടിലേക്ക് നീ കൊണ്ടുപോകണം. ഒരു വലിയ നേതാവായിട്ട്, ലോകം കണ്ടതിലെ ഏറ്റവും വലിയ നേതാവായിട്ടാണ് മോശയെ നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് ദൈവം അവനെ വിളിച്ച് ആക്കി തീർത്തതാണ്. നേതൃത്വത്തിലേക്കുള്ള ഒരു വിളി കിട്ടിയാൽ നമ്മൾ മാറിപ്പോകരുത്. കാരണം ദൈവത്തിൻ്റെ വിളിയാണ്. ഇനി നമ്മളെ വിളിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിളി എന്ന് പറയുന്നത് സാർവത്രികമായിട്ടാണ്. ഒരു ഉദാഹരണം അല്ലെങ്കിൽ യേശു പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. തിരുനാൾ നടക്കുകയാണ്. അന്ന് യേശു അവിടെയുണ്ട്. തിരുനാളിൻ്റെ അവസാന ദിവസമായപ്പോൾ യേശു എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ശബ്ദം ഇതാണ്. യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. നിത്യജീവൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ആ ജലം എൻ്റെ പക്കലുണ്ട്. നിത്യജീവൻ്റെ ജലം അത് എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. എൻ്റെ പക്കലാണത് കിട്ടുന്നത് എന്ന് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അതവിടെ യേശു പ്രഖ്യാപിക്കുകയാണ്. ജീവജലം എൻ്റെ പക്കലാണുള്ളത്, വന്ന് കുടിക്കട്ടെ. ആരാ വന്ന് കുടിക്കേണ്ടത്? എല്ലാവർക്കും വരാമോ? അതെ, യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആർക്ക് എങ്കിലും ദാഹിക്കുന്നു എങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ആർക്കും വരാം. വിളി അതാണ്. കുറച്ച് പേരെ മാത്രം ഇങ്ങോട്ട് പറഞ്ഞിച്ച് നിങ്ങളൊക്കെ വന്ന് കുടിക്ക്, ഇവിടെ ഒത്തിരി വെള്ളമില്ല, കുറച്ചേ ഉള്ളൂ,
വന്ന് കുടിക്കുന്ന ചിലരോട് പറയുമല്ല, എല്ലാവരോടും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിത്യജീവൻ്റെ ജലം എൻ്റെ പക്കലുണ്ട്. ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ ദാഹിക്കണം, അതാണ് ഒരു പ്രധാന സംഗതി. നിത്യജീവൻ്റെ ജലം കുടിക്കണമെന്ന് ദാഹിക്കണം. ദാഹിക്കുന്നവരാ ചെല്ലേണ്ടത്. ആദ്യം നമുക്ക് ദാഹമുണ്ടാകണം. ആ ജീവജലം എനിക്ക് കിട്ടണേ എന്ന് ദാഹിക്കണം. ദാഹിക്കുന്ന ആരും യഹൂദനെന്നോ പുറജാതിക്കാരനാണെന്നോ സമറിയക്കാരനെന്നോ ഒന്നും പ്രശ്നമില്ല, എൻ്റെ അടുത്ത് വാ. ഇതാ യേശു പറഞ്ഞത്. സാർവത്രികമാണ് കർത്താവിൻ്റെ വിളി. സമറിയക്കാരി സ്ത്രീ പറഞ്ഞില്ലേ, നിൻ്റെ ഈ വെള്ളമുണ്ടോ, എനിക്ക് കുടിച്ചരുതാ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിനെ സമീപിക്കുകയാണ് വേണ്ടത്. പൗലോസിനെ വിളിക്കുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികളെ 26:12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളല്ല പൗലോസ് ആ വിളിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 3 പ്രാവശ്യം പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വിളി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 26-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം. കർത്താവ് പൗലോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണാനിരിക്കുന്നവർക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് നിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. കർത്താവ് തന്നെയാണ് നിയമിച്ച് വിട്ടത്. വലിയ ജോലി ദൗത്യം ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. പൗലോസ് പറയുന്നു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. വിളി കർത്താവിൻ്റെ കൃപയാണ്. നമ്മുടെ വിളിയും ദൈവത്തിൻ്റെ കൃപയാലാണെന്നും നമ്മുടെ അസ്തിത്വവും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണെന്നും നാം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേടി എന്നാരും പറയരുത്. എൻ്റെ മിടുക്കാണ്, എൻ്റെ ജ്ഞാനമാണ്, എൻ്റെ അറിവാണ്, എൻ്റെ ബുദ്ധിശക്തിയാണ്, ഒന്നും പറയണ്ട. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കോണം. പൗലോസ് പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലത്രയും. പൗലോസിൻ്റെ വാചകം നമ്മളും പറയണം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ നേടിയെടുത്തതല്ല. ദൈവം എന്നെ വിളിച്ചു, അവൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആ എളിമ നമ്മുടെ മേലെ ഉണ്ടായിരിക്കണം. നമ്മൾ 15-ാം വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. സമയത്തിൻ്റെ ചുരുക്കം മൂലം അവിടെ നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 16-ാം വാക്യം മുതൽ നമുക്ക് അടുത്തതിൽ ചിന്തിക്കാം. നമ്മൾ ഇന്ന് ചിന്തിച്ചതിൻ്റെ ഒരു ചുരുക്കമെന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മളെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നു. നമ്മളായിരിക്കുന്നത്, നമ്മുടെ അസ്തിത്വം, നമ്മൾ വിശ്വാസത്തിൽ വന്നത്, നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് തന്നത് ദൈവം തന്നതാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് തീഷ്ണത കാണാം. ആ തീഷ്ണത കർത്താവിന് വേലയ്ക്ക് ഉപയോഗിക്കണം. കർത്താവിൻ്റെ ഒരു ദാസനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇനി നമ്മൾ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തോളൂ. കാരണം ഒരു പ്രതിഫലവും കിട്ടാതെ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കരുത്. പ്രതിഫലം നമുക്ക് കർത്താവ് വെച്ചിട്ടുണ്ട്. മോശ തനിക്ക് കിട്ടാൻ അർഹമായിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടുമായിരുന്ന ആ ഫറവോയുടെ രാജ്യത്വം വേണ്ട എന്ന് വെക്കുന്നതിന് കാരണം അവൻ സ്വർഗത്തിലേക്ക് നോക്കി താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയല്ല, നിത്യമായി ലഭിക്കുന്ന ആ സൗഭാഗ്യത്തെ അവൻ കണ്ടു. അത് മതി എനിക്ക്, എൻ്റെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും, നീതിക്ക് വേണ്ടി ഞാൻ വാദിക്കും, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തവരെ അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കനാൻ നാട്ടിൽ ഞാൻ കൊണ്ടെത്തിക്കും.
അവർക്ക് വേണ്ടി സഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിനെക്കാട്ടിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് മോശ മനസ്സിലാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പലതും ഉപേക്ഷിക്കണം. കർത്താവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ യേശുവിൻ്റെ കാണാൻ വേണ്ടി മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ വന്നപ്പോൾ ജനക്കൂട്ടം ഇങ്ങനെ നിൽക്കുക. അവരിൽ ഒരാൾ വന്ന് പറഞ്ഞതാ, നിന്നെ കാണാൻ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും സഹോദരിയും ഒക്കെ അവിടെ വന്ന് നിൽക്കുന്നു. യേശു ചോദിക്കുകയാണ്, ആരാ എൻ്റെ അമ്മ, ആരാ എൻ്റെ സഹോദരങ്ങൾ? പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ അവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എന്ന് യേശു പറഞ്ഞു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവരാകാം. അടുത്ത എപ്പിസോഡിൽ 95-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 16-ാം വാക്യം മുതൽ വായിച്ച് ധ്യാനിച്ച് പഠിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ നടത്തട്ടെ. ജീവിതാന്ത്യം വരെയും കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അവൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തും. അതിൽ ആശ്രയിച്ച് ജീവിക്കാം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.